കേരളത്തിന്റെ വികസനത്തിനായി കൺവെൻഷനുമായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഈ മാസം 21 മുതൽ വികസിത കേരളം കൺവെൻഷൻ ആരംഭിക്കും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കൺവെൻഷൻ മെയ് 10 പാലക്കാട് സമാപിക്കും. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ ആരംഭിക്കുന്ന അതേ ദിവസം സംസ്ഥാനത്തെ വികസന മുരടിപ്പ് ചർച്ച ചെയ്യുകയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. ഇതിന്റെ ഭാഗമായാണ് കേരളത്തിന്റെ വികസനത്തിനായി കൺവെൻഷനുമായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം യാത്ര ആരംഭിക്കുന്നത്. ഈ മാസം 21 ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് പറഞ്ഞു. 21 തീയതി മുതൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന വികസിത കേരളം കൺവെൻഷനുകൾ കേരളത്തിൽ നടക്കുകയാണ്. 21 തീയതി തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് മെയ് 10 തീയതി പാലക്കാട്ട് അവസാനിക്കുന്ന രീതിയിൽ കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ നടക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. മാറാത്തത് ഇനി മാറും. കേരളം ഒരു വികസിത കേരളമായിട്ട് മാറ്റും. അതിന് പാർട്ടിയുടെ പ്രവർത്തകർ മുകൾ തലം മുതൽ ഏറ്റവും അവസാനത്തെ പ്രവർത്തകൻ വരെയുള്ളവരെ അതിന് സജ്ജരാക്കുക എന്നുള്ളതാണ് ഈ വികസിത കേരളം കൺവെൻഷൻ എന്നതുകൊണ്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നു. മിഷൻ 2025 പാർട്ടി കൺവെൻഷനോടൊപ്പം നിർവഹിക്കും. പ്രവർത്തകരെ ഒപ്പം ചേർക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും 20 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ കേരളത്തിന്റെ ഭാവി വികസന സ്വപ്നങ്ങൾ ചർച്ചയാക്കുമെന്നും ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് വ്യക്തമാക്കി. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിഷൻ 2025 എന്ന ആ ഒരു വലിയ ഉത്തരവാദിത്വവും ഇതിൻ്റെ കൂടെ നിർവഹിക്കപ്പെടുകയാണ്. പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ വരെയുള്ളവർക്ക് അവരുടെ മേഖലയിൽ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള പ്രവർത്തന പദ്ധതി അത് തയ്യാറാക്കുകയും അവർക്ക് അവരുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്താനുള്ള പ്രചോദനം നൽകുക എന്നുള്ളത് ഈ യാത്രയുടെ ഒരു ഉദ്ദേശമാണ്. പ്രമുഖ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ബലിദാനികളുടെ വീടുകളുടെ സന്ദർശനം, വികസന സെമിനാറുകളും കൺവെൻഷന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടക്കും. ജനം, തിരുവനന്തപുരം.